ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മീൻ കറി ആയിട്ടാണ്. അപ്പോൾ തേങ്ങ അരച്ച മീൻ കറിയാണ്. വളരെ എളുപ്പത്തിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ മീൻ കറിക്ക് വേണ്ടിയിട്ട് 500 ഗ്രാം മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്ന മീനൊന്നുമില്ല, ഏത് തരം മീൻ വെച്ചിട്ട് നമുക്ക് ഈ കറി ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് ആദ്യം തന്നെ ഒന്ന് അരച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾക്ക് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ബ്ലെൻഡറിലേക്ക് 3 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു പച്ചമുളക്, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ചേർക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് അരച്ചതിന് ശേഷം നമുക്ക് കറി വയ്ക്കുന്ന മൺചട്ടിയിലേക്ക്, അപ്പോൾ മൺചട്ടിയിലാണ് ഞാനിത് കറി വയ്ക്കുന്നത്, അപ്പോൾ ഈ മൺചട്ടിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ബ്ലെൻഡർ ഒന്ന് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് കഴുകിയെടുത്ത് അതും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ 1.5 കപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം പോരാതെ വരും. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചിരിക്കുന്നതിൻ്റെ പേരിൽ ഇതിൻ്റെ വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് കുറുകിപ്പോകും, കുറച്ച് തിക്കായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് വെള്ളം എപ്പോഴും ഇത്തിരി കൂടുതലായിട്ട് ഒഴിക്കണം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒരല്പം കൂടി നിൽക്കണം. തേങ്ങ അരച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മളങ്ങനെ വെള്ളം ഇത്തിരി കൂടുതലായിട്ട് ചേർക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഈ കറി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മൾ വെച്ചിട്ട് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 നല്ല എരിവുള്ള പച്ചമുളക്, പിന്നെ ഒരു 4 വലിയ പീസ് കുടംപുളി നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. പിന്നെ ഒരല്പം കറിവേപ്പില ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ അരപ്പ് നന്നായിട്ട് തന്നെ തിളച്ച് വരണം. എന്നാൽ മാത്രമേ അതിൻ്റെ ആ പുളിയും ഉപ്പൊക്കെ ഇതിനകത്തേക്ക് ആവുള്ളൂ. അതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തേക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ. ഇപ്പം നമ്മൾ ഈ അരപ്പൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മീനിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ മീൻ എപ്പോഴും താഴ്ന്ന് നിൽക്കണം, അതിൻ്റെ മേലേൽ വേണം അതിൻ്റെ അരപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയ്ക്കുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കൊന്നും ഇതേപോലെ കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇടയ്ക്ക് കയ്യിൽ വെച്ച് ഇളക്കിയാൽ മീനൊക്കെ ആകെ പൊടിഞ്ഞു പോകും. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 20-25 മിനിറ്റ് നേരം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്ക് ഈ കറി വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിരിക്കണം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു 1-2 മിനിറ്റും കൊണ്ട് നമുക്ക് ഈ ചാറ് ഒന്നും കൂടി ഒന്ന് വറ്റിക്കിട്ടും. കണ്ടോ, ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിരിക്കണണ്ട. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അപ്പോൾ ചാറൊക്കെ കുറേയൊക്കെ വറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് ഇരിക്കും തോറും ഇനി ഇതിൻ്റെ ഈ മൺകലത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ആ ചാറ് കുറച്ചും കൂടി ഒന്ന് വറ്റി കുറച്ചും കൂടി ഒന്ന് തിക്കായി കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. എരിവൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളി കുറവാണെങ്കിലും അതേപോലെ തന്നെ 1 പീസും കൂടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം.
നമ്മളിപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. നമ്മളെപ്പോഴും പല രീതിയിലാണല്ലോ മീൻ കറികളൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതേപോലെ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ കറി വെച്ചാൽ. അപ്പോൾ നമ്മൾ കറി വെക്കുമ്പോൾ ഒന്ന് മാറ്റിയും തിരിച്ചൊക്കെ ഒന്ന് കറി വെച്ചാൽ അതിൻ്റെ ആ ടേസ്റ്റിൻ്റെ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഈ കറിയിലേക്ക് അവസാനമായിട്ട് കുറച്ച് താളിച്ചൊഴിക്കണം. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ മൺചട്ടിയുടെ ചൂടും കൊണ്ട് കുറച്ചും കൂടി ഒന്ന് ഈ ചാറൊക്കെ ഒന്ന് വറ്റി കിട്ടും. അപ്പോൾ നമുക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, ഒരു 2-3 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നമുക്ക് ഈ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ സംഭവം. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് കറി ഇനി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരും. അപ്പോഴും മാത്രമേ ആ കഷ്ണത്തിലൊക്കെ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നപ്പോൾ ഉള്ള സംഭവമാണിത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല അപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമ്മൾക്കിത് ചേർത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.